ഒല്ലൂരിലെ അതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ ഏവുപ്രാസമ്മയുടെ 20ാമത് തിരുനാൾ ആഘോഷത്തിന് വ്യാഴാഴ്ച കൊടിയേറും. ഈ മാസം 20 മുതൽ 29 വരെയാണ് തിരുനാൾ ആഘോഷമെന്ന് തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോയ് ചിറ്റലപ്പള്ളി, സെക്രട്ടറി സിസ്റ്റർ റാണി ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 20 വ്യാഴാഴ്ച വൈകിട്ട് 5 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ ആഘോഷത്തിന് കൊടിയേറും. തീർത്ഥകേന്ദ്രം ചെയർമാനും അതിരൂപത വികാരി ജനറാളുമായ ജെയ്സൺ കൂനംപ്ലാക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. 28 വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 11 വൈകിട്ട് 3 5 നവനാൾ തിരുകർമ്മങ്ങൾ നടക്കും. തിരുനാൾ ദിവസമായ 29 ശനിയാഴ്ച രാവിലെ 7 പാട്ടുകുർബാന, നൊവേന, ഊട്ടുനേർച്ച, വെഞ്ചരിപ്പ് എന്നിവയ്ക്ക് ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറാന പള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ മുഖ്യ കാർമ്മികനാകും. വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. തുടർന്ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് മെൽബൺ രൂപത ബിഷപ്പ് എമിരിറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ മാർട്ടിൻ കല്ലുങ്ങൽ, ഫാദർ എഡ്വിൻ ജോർജ് എന്നിവർ തിരുനാൾ സന്ദേശം നൽകും. തിരുനാൾ കുർബാനയ്ക്ക് ശേഷം തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ഒല്ലൂർ മേരിമാതാ പള്ളിയിലേക്ക് ജപമാല പ്രദക്ഷിണം നടക്കും. തിരുനാൾ ദിവസം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 വരെ 50,000-ഓളം പേർക്കാണ് ഊട്ടുനേർച്ച വിതരണം ചെയ്യുക. ജനറൽ കൺവീനർ ടാജ് ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ഡേവിസ് കൊള്ളന്നൂർ, ഡിവിഷൻ കൗൺസിലർ പോളി ജോസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 9-ാം തീയതി ഈ കഴിഞ്ഞ 16-ാം തീയതി വിശുദ്ധിയുടെ തീർത്ഥ കേന്ദ്രത്തിന്റെ ആരംഭം കുറിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിച്ച എടത്തുരുത്തി പള്ളിയിൽ നിന്ന് പതാക സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് അഭിമന്യ മാർ ടോണി നീലങ്കാവിൽ പിതാവ് ഇതിലെ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് തിരുനാളിൻ്റെ അടുത്ത ഒരുക്കങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരിക്കുകയാണ്. ഇനി ഈ വരുന്ന 20-ാം തീയതി മുതലാണ് നവനാള് ആരംഭിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 5 മണിക്കാണ് നവനാള് ആഘോഷമായ തിരുക്കർമ്മങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരിക്കുക. തിരുനാൾ കൊടിയേറ്റ് നടത്തുന്നത് തൃശ്ശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ അച്ഛനാണ്. എല്ലാ ദിവസങ്ങളിലും 11 മണിക്കും അതുപോലെ തന്നെ 3 മണിക്കും ആഘോഷമായ കുർബാന 5 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. വിവിധ ഇടവകളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നുമൊക്കെയായി പല രൂപതകളിൽ നിന്നുമൊക്കെയായി ഒത്തിരിയേറെ ഭക്തജനങ്ങൾ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് വാഹനങ്ങളോടുകൂടെ അവരുടെ വികാരിച്ചമ്മയോട് കൂടെയൊക്കെ ഇവിടെ എത്തിച്ചേരുന്ന ദിനങ്ങളാണ് ഈ നവനാൾ ദിനങ്ങൾ എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്.